കണ്ണൂർ പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെ നേതൃത്വത്തിന് എതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. നിർണായക സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരും. വി കുഞ്ഞികൃഷ്ണനെ പൂർണ്ണമായും തള്ളുകയാണ് സിപിഐഎം നേതൃത്വം. ശത്രുവിന്റെ കോടാലി കൈയാണ് വി കുഞ്ഞികൃഷ്ണനെന്നും രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് നയാ പൈസ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞു. ഇതിനിടെ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് ഫ്ലക്സുകൾ സ്ഥാപിച്ചു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുമെന്ന് തന്നെയാണ് ഉറപ്പിക്കേണ്ടത്. അജീഷ്, ഉന്മേഷ്, അക്കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായി കഴിഞ്ഞു. ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് എം വി ജയരാജൻ, സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. അതായത് കുഞ്ഞികൃഷ്ണന് തന്നെ അക്കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞത്. കാരണം ഈ വെളിപ്പെടുത്തൽ നടത്തിയ സമയത്ത് തന്നെ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പാർട്ടിക്കെതിരെ ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. ഇത് കഴിഞ്ഞ 8 വർഷമായിട്ട് പയ്യന്നൂരിൽ ഉണ്ടായിരുന്ന വിഭാഗീയത പ്രശ്നമാണ്. ഈ വിഭാഗീയത പ്രശ്നം നേരത്തെ തന്നെ പാർട്ടിയിൽ ഉന്നയിച്ചതാണ്. 2 അന്വേഷണ കമ്മീഷൻ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. പക്ഷേ അതിൽ ക്രമക്കേടുകളൊന്നും കണ്ടെത്തിയില്ല. മാത്രമല്ല, അതിനുശേഷം ഏതാണ്ട് 8 മാസത്തോളം പാർട്ടിയുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന വി കുഞ്ഞികൃഷ്ണനെ നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ച് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അന്ന് അച്ചടക്ക നടപടി നേരിട്ട TI മധുസൂദൻ MLA അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയെങ്കിലും പിന്നീട് അടുത്ത സമ്മേളനത്തിൽ അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരികയും ചെയ്തു. ഇതൊക്കെയാണ് തന്നെ പ്രകോപിപ്പിച്ചത്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ടും താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനോ അല്ലെങ്കിൽ അനീതിക്കെതിരെ പാർട്ടി ഒരു നടപടി എടുക്കുകയോ ചെയ്യാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഈ സമയത്ത് ഈ തുറന്നു പറയലിന് താൻ നിർബന്ധിതനായത് എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. എന്തായാലും നടപടി എന്നുള്ള കാര്യത്തിൽ അത് ഏതാണ്ട് ഉറപ്പാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30ക്കാണ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഈ വിവാദം ഈ വെളിപ്പെടുത്തുന്നതിന് പിന്നാലെയുള്ള ആദ്യത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ്. ഈ യോഗത്തിലായിരിക്കും ഈ അച്ചടക്ക നടപടി സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരിക. ഈ ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി തീരുമാനിച്ച് അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് അറിയിക്കും. നാളെ ആയിരിക്കും ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം, ഒരു സ്റ്റേറ്റ്മെന്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഒരുപക്ഷേ ജില്ലാ സെക്രട്ടറി തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കുകയോ ചെയ്തേക്കാം. എന്തായാലും പാർട്ടി പാർട്ടി അണികൾ ആരും കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കില്ല അല്ലെങ്കിൽ പിന്തുണയ്ക്കില്ല എന്ന് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പറയുമ്പോൾ പോലും ഇന്ന് വീണ്ടും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് ഒരു ഫ്ലെക്സ് ബോർഡ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒത്തുള്ള ചിത്രം, VSMമായി ചേർന്നുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അവിടെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. നിലവിൽ ഈ വിഭാഗീയ പ്രവർത്തനം വലിയ രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. നേരത്തെ തന്നെ ഈ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് ഏരിയ കമ്മിറ്റിയിലടക്കം ചില അംഗങ്ങൾ അനുകൂലിച്ചു വന്നെങ്കിലും TU അന്ന് പാർട്ടി ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചതാണ്. എന്തായാലും അതൊന്നും പൂർണ്ണമായിട്ടും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ ഈ പോസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.